ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ടൈം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് AI ടൂൾസ് ആണ്. സോ ഈ AI ടൂൾസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് അതിന്റെ ബേസിക്സിലോട്ട് പോവാം. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വിചാരിക്കാം. ഇവിടെ നമുക്ക് രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഒരു AI സിസ്റ്റമാണ്, രണ്ടാമത്തേത് ഒരു ട്രഡീഷണൽ സിസ്റ്റമാണ്. ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ സിസ്റ്റമാണ്. എന്താണ് ട്രഡീഷണൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത? അത് പ്രീ ട്രെയിൻഡ് ആണ്. പ്രീ ട്രെയിൻഡ് ആണ് സിസ്റ്റം. പ്രീ ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രഡീഷണൽ സിസ്റ്റം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞു കൊടുത്ത കമാൻഡ്സ് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പോയിന്റ് എ നമ്മൾ മാർക്ക് ചെയ്യാം. സോറി, പോയിന്റ് എ. ഇവിടെ ഞാനൊരു പോയിന്റ് ബിയും മാർക്ക് ചെയ്യാം. പോയിന്റ് ബി. ഈ പോയിന്റ് എയിൽ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പോയിന്റ് ബിയിൽ വേറൊരു ടേബിൾ ഉണ്ട്. ഈ പോയിന്റ് എയിൽ ഞാൻ കുറച്ച് ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റത്തെ ഇവിടെ വെക്കാൻ പോവാണ്. ഇത് അതിന്റെ ക്ലോസ് ആണ്. ഈ ട്രഡീഷണൽ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പോയിന്റ് എയിലുള്ള ഒബ്ജക്ട്സിനെ ഈ പോയിന്റ് ബിയിലോട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്തു? നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തു. ആൻഡ് രണ്ട് പോയിന്റ്സും അതിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്തു? ആദ്യത്തെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് പോയിന്റ് ചെയ്യുന്ന നേരെ തിരിഞ്ഞ് പോയിന്റ് ബിയിലോട്ട് വെച്ചു. ആ ഒബ്ജക്റ്റ് ഇവിടെ എത്തി. അടുത്ത ഒബ്ജക്റ്റ് എടുത്തു, അത് ഇവിടെ വെച്ചു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനാണ് നമ്മളൊരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകും. നമ്മൾ ഈ പോയിന്റ് ബിനെ ഇവിടെ നിറേസ് ചെയ്യണം. അതായത് അവിടെ ഒരു ടേബിൾ ഇല്ല, പക്ഷെ ആ പോയിന്റ് അവിടെ തന്നെയുണ്ട്. ഓക്കെ, അതായത് മെഷീന്റെ പെർസ്പെക്റ്റീവില് ആ പോയിന്റ് അവിടെ ഉണ്ട്, പക്ഷെ ആ ടേബിൾ അവിടെ ഇല്ല. നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും? അത് ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ ഇതവിടെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടുന്ന് ഒബ്ജക്റ്റ് എടുക്കും, ഈ ഒരു പോയിന്റ് വരെ എത്തും, ഡ്രോപ്പ് ചെയ്യും. അടുത്ത ഒബ്ജക്റ്റ് എടുക്കും, ഈ ഒരു പോയിന്റ് വരെ പോകും, ഡ്രോപ്പ് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് പ്രീ ട്രെയിൻഡ്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ സിസ്റ്റത്തെ നമ്മൾ മായ്ച്ചു. നമ്മൾ നമ്മുടെ AI സിസ്റ്റത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. AI സിസ്റ്റം വന്നപ്പോൾ ഇതൊരു AI സിസ്റ്റം എന്ന് വിചാരിക്കാം. നമ്മുടെ ടേബിൾ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ടേബിൾ ഉണ്ട്. ഒബ്ജക്റ്റിനെ എടുത്തു, പ്ലേസ് ചെയ്തു. അടുത്ത ഒബ്ജക്റ്റ് എടുത്തു, പ്ലേസ് ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ ടേബിളിനെ അതിന് മാറ്റി. അപ്പോൾ എന്ത് ചെയ്യും? ഓബിയസ്ലി പഴയ സിസ്റ്റം പോലെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒബ്ജക്റ്റ് എടുത്ത് ഈ മെഷീൻ ഇങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇതെന്ത് ചെയ്തു? ഇതിന്റെ എൻവയോൺമെന്റ്, ഈ ഒരു എൻവയോൺമെന്റിനെ ഇത് അനലൈസ് ചെയ്തു. ഈ എൻവയോൺമെന്റ് അനലൈസ് ചെയ്തപ്പോൾ അതിന് മനസ്സിലായി ഇവിടെ ഇത് വെക്കാൻ ഒരു ടേബിൾ ഇല്ല, അല്ലെങ്കിൽ ഇത് വെക്കാനുള്ള ഒരു ഹോൾഡ് ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ മെഷീൻ എന്ത് ചെയ്തു? ഒരു ഓൾട്ടർനേറ്റീവ് സജഷൻ അവിടെ ഉണ്ടാക്കി. അതായത് ഒന്നെങ്കിൽ അത് ആ ക്ലോയിൽ തന്നെ വെക്കും, അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ പ്ലേസ് ചെയ്ത് അതിന്റെ ജോബ് നിർത്തി വെക്കും. ഇതാണ് ഒരു AI സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ ആ ചേഞ്ചിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന മോഡൽസ്, അല്ലെങ്കിൽ ഒരു പ്രീ ട്രെയിൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ട്രെയിൻ ചെയ്യാതെ തന്നെ അതിന്റെ എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസിനെയാണ് നമ്മൾ AI മോഡൽസ് എന്ന് പറയുന്നത്. Okay, artificial intelligence is an advanced branch of computer science which makes machines to think independently and work according to the situation. ഈ ഒരു സിറ്റുവേഷനിൽ ഈ AI മെഷീൻ ചെയ്തതുപോലെ ഒരു ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു റെമഡി സജസ്റ്റ് ചെയ്ത് അതിന് പെർഫോം ചെയ്യാൻ എന്തിനു സാധിക്കും? AI മോഡൽസിന് സാധിക്കും. അതായത് ഹ്യൂമൻ ഇന്റലിജൻസിനെ മെഷീൻസിലേക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഹ്യൂമൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് വിവരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? വിവരവും ബുദ്ധിയും രണ്ടും രണ്ടാണ്. നമ്മളുടെ മെഷീൻസിന് ചിലപ്പോൾ നമ്മളെക്കാൾ എന്താ പറയാ ഹൈലി ഇന്റലിജന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സംഭവം ആ ഒരു എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്ത് വിവരത്തോടെ പെർഫോം ചെയ്യാൻ ചിലപ്പോൾ റോബോട്ടുകൾക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ മെഷീനിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടു മെഷീൻസ് വിച്ച് ക്രിയേറ്റ്സ് and AI. Okay.
Here, AI, by using advanced architecture analysis, the situation to perform task accordingly. എന്താണ് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ടാസ്കിനെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ എന്തിനു സാധിക്കും? ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീന് സാധിക്കും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI, കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ എക്സിബിറ്റ് ഹ്യൂമൻ ഇന്റലിജൻസ് ക്യാരക്ടേഴ്സ്. അതായത് നമ്മളുടെ ഹ്യൂമൻസിനുള്ള ചില എന്താ പറയാ ഐഡന്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ നമുക്ക് മെഷീൻസിലോട്ട് കൊടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. കാരണം ഇതൊരു പ്രീ ട്രെയിൻഡ് മോഡൽ അല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. മെഷീൻസ് അതിന്റെ എൻവയോൺമെന്റ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാസ്ക് ഏതാണോ അത് പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ആദ്യത്തെ ടാസ്ക് ആണ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് എൻവയോൺമെന്റ്. അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് എൻവയോൺമെന്റ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് എൻവയോൺമെന്റ്? ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ ആക്ഷൻ ആകാം, അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു ചേഞ്ച് ആകാം. എന്താണ് എൻവയോൺമെന്റ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു റോബോട്ടിനെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു റൂമിൽ ഞാനൊരു റോബോട്ടിനെ വെച്ച് കഴിഞ്ഞിട്ട് അതിനൊരു ബോർഡേഴ്സ് സെറ്റ് ചെയ്യും. ഈ ബോർഡർ ആണ് ഈ ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻവയോൺമെന്റിനെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നടക്കുന്ന ഓരോ ചേഞ്ചും എന്ത് ചെയ്യാം? അതിന്റെ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിന്ന് അതിനെ പിറകോട്ട് വലിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ആയി മാറാം. ഫോർ എക്സാമ്പിൾ ഇതിനിപ്പം ഈ റൂമിന്റെ ഈ കോർണറിൽ നിന്ന് ആ കോർണറിലേക്ക് പോകണം. അപ്പൊ ഇവിടെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ഒരു വഴി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു കസേര കൊണ്ട് ഒരു തടസ്സം സൃഷ്ടിച്ചു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്യണം? അത് ഡിറ്റക്ട് ചെയ്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഈ പോയിന്റ് എ ടു പോയിന്റ് ബി എത്താൻ വേണ്ടിയിട്ട് ചിന്തിച്ചെടുത്ത് ആ ഒരു സൊല്യൂഷനിൽ ഇവിടെ പെർഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതാണ് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇങ്ങോട്ടൊരു പാത്ത് ഉണ്ട്, ഞാൻ ഇവിടെ ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചു. അപ്പൊ മെഷീൻ എന്ത് ചെയ്യണം? ഈ മെഷീൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് പോയിന്റ് ബിയിലോട്ട് എത്തണം. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ളതാണ് ലേണിംഗ് ഫ്രം ദ എൻവയോൺമെന്റ്. ഈ ചേഞ്ചിനെ ലേൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ അല്ല. ബിക്കോസ് നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസിൽ നമ്മളിത് നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു കോംപ്ലക്സ് ടാസ്ക് ആണ്. അതായത് ഇപ്പോൾ ഈ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ടു. ഈ തടസ്സത്തെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ റോബോട്ട്, ഈ എയിലാണ് നമ്മുടെ റോബോട്ട് നിൽക്കുന്നത് വിചാരിക്കുക. ഇതാണ് നമ്മുടെ റോബോട്ട്. ഈ റോബോട്ടിന് ഇപ്പൊ പോയിന്റ് ബിയിലോട്ട് എത്തണം. ഇത് മാത്രമല്ല വഴികളുള്ളത്. ഇങ്ങനെ പോവാം, ഒരു ഷോർട്ടസ്റ്റ് മെത്തേഡാണ്. ഇങ്ങനെ പോവാം, അതും ഒരു ഷോർട്ടസ്റ്റ് മെത്തേഡാണ്. ഇതിന് തന്നെ ഇങ്ങനെ പോകാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്ന് മാത്രം വളഞ്ഞു പോയാൽ മതി, അങ്ങനെ പറ്റും. സോ ഒരു ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഒരു റോബോട്ടിന് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസിൽ നിന്ന് കൊടുക്കുന്ന ഒരു സ്കില്ലാണ്. സോ അടുത്തതാണ് റീസണിങ്. റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചു, ഞാൻ ഈ ഒരു പോയിന്റിൽ കൂടെ പോയാൽ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ഞാൻ അവിടെ വേഗം എത്താം, ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് എത്താം, ചിലപ്പോൾ എന്റെ ടാസ്ക് ആ വഴി ആയിരിക്കില്ല പോകേണ്ടത്. ഇതിനൊക്കെ എന്ത് ചെയ്യാം? റീസണിങ് ചെയ്യണം. ഞാൻ ഈ ഒരു പാത്ത് തിരഞ്ഞെടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതാണോ എന്റെ കറക്റ്റ് പാത്ത്, ഇതാണോ എന്റെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ? അതെന്ത് ചെയ്യും? ഹ്യൂമൻസ് തിങ്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുണ്ടാക്കുന്ന മെഷീൻസിന് നമ്മൾ ആ ഒരു എബിലിറ്റി കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് വിചാരിക്കാം. ഇപ്പം ഞങ്ങൾ കണ്ണൂരാണുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നിന്നും തിരുവനന്തപുരം വരെ പോകണം. സോ നമുക്ക് എന്തുണ്ട്? ഒത്തിരി പോസിബിൾ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ എൻ്റെ വെഹിക്കിൾസ്, സ്വന്തമായിട്ട് വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ നടന്നിട്ട് വരെ പോകാം. സോ ഇതിലേതാണ് ബെസ്റ്റ് പോസിബിൾ? ഞാൻ നടന്നിട്ട് പോയാൽ എനിക്കിപ്പോൾ 8 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തേണ്ടതെന്ന് ഇരിക്കുക. ഞാൻ നടന്നിട്ട് പോയാൽ എനിക്ക് ചിലപ്പോൾ ഒരു 4-5 പോട്ടെ ഒരാഴ്ച എടുക്കും എനിക്ക് തിരുവനന്തപുരം വരെ എത്താമെന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ ഓൾട്ടർനേറ്റീവ് സജഷനായിട്ട് ഞാൻ കാർ എടുത്തു. കാറിന് എനിക്കൊരു 11 മണിക്കൂർ വേണം. എനിക്ക് നടക്കാനാണെങ്കിൽ ഒരു 7 days വേണം. ഇവിടെ 11 മണിക്കൂർ വേണം. എനിക്ക് ട്രെയിനിലാണെങ്കിൽ ഒരു 9 മണിക്കൂറിന് എനിക്ക് കൃത്യം എത്താൻ പറ്റും. 9 hours എത്താൻ പറ്റും. ജസ്റ്റ് അസ്യൂം ചെയ്യാം. എനിക്ക് ഫ്ലൈറ്റിനാണെങ്കിൽ 4 മണിക്കൂർ അവിടെ എത്താൻ പറ്റും. സോ എനിക്കിവിടെ 4 ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട്. ഒരു 7 day ഉണ്ട്, 11 hours ഉണ്ട്, 9 hours ഉണ്ട്, 4 hours ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് എത്തേണ്ടത് 8 hours-നാണെങ്കിൽ എനിക്ക് ഏതാണ് സ്യൂട്ടബിൾ ചോയ്സ്? 4 hours. എങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഐ റീസൺ മൈ ഡിസിഷൻ. ഞാൻ ഇവിടെ റീസണിങ് ചെയ്തു.
എനിക്ക് 4 അവേഴ്സിൽ പോയിട്ട് എനിക്ക് ബാക്കി ഏത് മെത്തേഡിൽ പോയാലാണ് 8 അവേഴ്സിനുള്ളിൽ എത്താൻ പറ്റുക എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 3 മെത്തേഡിലും എനിക്ക് എത്തില്ല. എനിക്ക് എത്താൻ ആകെ പറ്റുന്നത് പ്ലെയിൻ വഴി പോയാൽ 4 അവേഴ്സിൽ എത്തി, ബാക്കി 4 അവേഴ്സ് എനിക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് റീസണിങ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ മെഷീൻസിന് അവരുടെ എൻവയോൺമെന്റിലും കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു റോഡാണെന്ന് വിചാരിക്കാം. ഈ റോഡിൽ നമ്മുടെ ഒരു കാറുണ്ട്. ഈ കാർ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യുന്ന കാറാണ്. ഇപ്പോൾ ടെസ്ലയൊക്കെ അങ്ങനത്തെ മോഡൽസ് വൈഡ്ലി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു മരമുണ്ട്. ആ മരം എന്ത് ചെയ്തു, ഈ റോഡിലോട്ട് വീണു. സോ ഇതെന്ത് ചെയ്യും, ഈ കാർ ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന് പറഞ്ഞേക്കുന്ന പാത്തിൽ കൂടെ അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ആൻഡ് ഇവിടെ എത്തുമ്പോൾ ഇത് ഇതിലോട്ട് ക്രാഷ് ആവും. മേ ബി അതിന്റെ മൂവ്മെന്റ് ഒന്നും പറ്റിയില്ലെങ്കിൽ അത് പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ത് ചെയ്യണം, നമ്മൾ ജനറേറ്റ് ചെയ്യണം. സോ ഇവിടെ ഈ കാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാറിന്റെ ഈ മെഷീനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ പാത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രഡീഷണൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ എഴുതണം. ഇപ്പം നമ്മുടെ റോഡുകളാണെങ്കിൽ ഇവിടെ ഒരു കുഴി ഉണ്ടെന്ന് വിചാരിക്കുക. കുഴി കണ്ടാൽ നിങ്ങൾ ഇങ്ങോട്ട് വലതുവശത്തേക്ക് മാറണം, ഇത് കണ്ടാൽ ബ്ലോക്ക് ചെയ്യണം. സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു എൻവയോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ച് സംഭവിക്കാം. മേ ബി നമുക്ക് ഇവിടുന്ന് ഒരു ഉൽക്കവല വേണമെങ്കിൽ വന്ന് നമ്മുടെ റോഡിൽ വീഴാം. ആർക്കും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി അത് പോസിബിൾ ആണ്. മേ ബി ഇപ്പൊ 0.00001% ആണെങ്കിൽ പോലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ എന്ത് ചെയ്യണം, ഈ ഒരു എൻവയോൺമെന്റ് അനലൈസ് ചെയ്ത് ആ പ്രോബ്ലം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സോൾവ് ചെയ്യണം. മേ ബി ഈ കാർ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. മേ ബി ഇപ്പൊ ഈ മല ഇവിടെ വരെ വീഴണമെന്ന് വിചാരിക്കുക, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു മല വരുന്നത് വിചാരിക്കുക. എന്ത് ചെയ്യാം, ഇത് ഡിറ്റക്ട് ചെയ്യാം, ഒബ്ജക്ട് ഡിറ്റക്ട് ചെയ്ത് ഇതിന് നേരെ ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ നിന്ന് ചേഞ്ച് ആയാൽ ഇവിടെ ഒരു പാത്ത് ഓപ്പൺ ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് നേരെ ഇങ്ങനെ പോവാം. സോ ഇതിനാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കായ ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഈ ടൈപ്സ് ഓഫ് എ എന്ന് പറയുന്നത് വീഡിയോ മേക്കിംഗ് എ ഐ, ഓഡിയോ മേക്കിംഗ് എ ഐ അങ്ങനെയല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ജനറൽ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ANI, AGI ആൻഡ് ASI. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ നാരോ intelligence, artificial generate intelligence, artificial super intelligence. സോ ഇത് മൂന്നുമാണ് നമ്മളുടെ 3 ടൈപ്സ് ഓഫ് AI എന്ന് പറയുന്നത്. സോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ? It is simply based on the task that they can perform. Artificial narrow intelligence എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻ, അതിന് ഒറ്റ ടാസ്കേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാധനം പോയിന്റ് എയിൽ നിന്ന് എടുക്കുക, നേരെ പോയിന്റ് ബിയിലോട്ട് വെക്കുക. ഇറ്റ്സ് എ സിംഗിൾ ടാസ്ക്. ഈ സിംഗിൾ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന AIസിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്? അതിന് സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ എന്തിനും സിനിമയിൽ കണ്ട പോലത്തെ ഹ്യൂമനോയിഡ് റോബോട്ട്സ്. അപ്പൊ അതർ മെഷീൻസ് ഉണ്ട് കേട്ടോ, റോബോട്ട്സ് മാത്രമല്ല അതർ മെഷീൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സോ ആ സിനിമ കണ്ടവർക്കറിയാം, ആ റോബോട്ടിനെ കൊണ്ട് ഒരു ഹ്യൂമൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കില്ലും ചെയ്യാൻ പറ്റും. അത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് മേ ബി പോസിബിൾ ബൈ ഹ്യൂമൻസ് ആൻഡ് അതേപോലെ തന്നെ റോബോട്ട്സിനും അത് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ആ മൂവിയിൽ നമ്മൾ കാണുന്നത്. അതായത് ഒരു ഹ്യൂമന് ഡാൻസ് ചെയ്യാം, സിംഗ് ചെയ്യാം, ഇന്റലിജന്റ് ആയിട്ട് എന്താ പറയാ ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അതേ സ്കില്ല് തന്നെ ഒരു റോബോട്ടിനും കൊടുക്കുന്ന ഒരു ഫീൽഡാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻസിന് ഇക്വിലന്റ് ആയിട്ട്, അതായത് ഹ്യൂമൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് ഇക്വലന്റ് ആയിട്ട് ഒരു റോബോട്ടിന് പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വിത്ത് മൾട്ടിപ്പിൾ ടാസ്ക്സ് അതിനെയാണ്
നമ്മളൊരു ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. സോ ദെൻ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്? ആ ടേമിൽ തന്നെ മനസ്സിലാവും അല്ലെ, സൂപ്പർ. അതായത് ഒരു ഹ്യൂമനെ ചെയ്യാൻ, അതായത് ആ ഒരു ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഹ്യൂമൻ എന്ന് വിചാരിക്കാം. ആ ഹ്യൂമനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു റോബോട്ടിന് പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹ്യൂമന് ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ നമുക്ക് പറക്കാൻ, അതായത് വിത്തൗട്ട് എനിത്തിങ് നമുക്ക് പറക്കാൻ പറ്റില്ല. സോ ഇമാജിൻ ദർ ഇസ് എ റോബോട്ട് ദാറ്റ് ക്യാൻ ഫ്ലൈ വിത്തൗട്ട് എനി എന്താ പറയാ, ഒരു എയറോപ്ലെയിനോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പലറോ ഇല്ലാതെ പറക്കാൻ പറ്റുന്ന റോബോട്ട് ജസ്റ്റ് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ചെയ്യാൻ പറ്റുന്ന റോബോട്ട്, അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാധനം അണ്ടർ പ്രോസസിംഗ് ആണ്. അതായത് ഇതുവരെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിൽ ഒരു റോബോട്ട് പോലുമില്ല. ഇതൊരു എന്താ പറയാ, ഈ ഒരു ടേമിലേക്ക് നമ്മുടെ AIസിനെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഗുണം? ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റാത്ത വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 3 ടൈപ്പുകൾ. എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ നാനോ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. സോ നമ്മൾ ഇന്ന് പഠിച്ച ടേംസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് എന്താണ് AI എന്നാണ്. AI എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹ്യൂമൻ ഇന്റലിജൻസിനെ മെഷീൻസിലോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ AI എന്ന് പറയുന്നത്. എന്തൊക്കെ സ്കില്ലാണ് കൊടുക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ലേണിംഗ് ഫ്രം ദ എൻവയോൺമെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ്, റീസണിങ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രോബ്ലം സോൾവിംഗ്. ആൻഡ് നമ്മൾ ലാസ്റ്റ് പഠിച്ച ടൈപ്സ് ഓഫ് AIs, ANI, AGI ആൻഡ് ASI. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ചാനലിൽ ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.